എടി രമേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. എടി, ഞാൻ നിന്റെ ആരുവാ? നിങ്ങൾ എന്റെ ഭർത്താവ് ആണല്ലോ. എടി, ഒരു ഭാര്യ ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പണിയാണോ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? എടി, ഇത് ഈ സൊസൈറ്റി കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കൂ? അല്ല, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ? ചോദിക്ക്. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? അതെ. ഒരു ഭർത്താവ് ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ ചെയ്യേണ്ട പണിയാണ് നിങ്ങൾ ഇന്നലെ കാണിച്ചത്. എടി, പതുക്കെ പിള്ളേര് കേൾക്കും. പറയും, അവർ കേക്കട്ടെ. പോത്ത് പോലെ വളർന്ന 2 മക്കളുണ്ട്, എന്നിട്ട് ഇപ്പോഴും ബെഡി കിടന്നാ മുള്ളണത്. നാണമില്ല മനുഷ്യൻ നിങ്ങക്ക്. മിണ്ടല്ലേ, പതുക്കെ പറ. മിണ്ടും. നാട്ടുകാർ കേൾക്കാതിരിക്കണമെങ്കിൽ മേലാലിത് ആവർത്തിക്കരുത്. നിങ്ങളുടെ മൂത്രത്തോണി കഴി ഞാൻ അടുത്ത് മര്യാദക്ക് കഴുകിട്ട് അകത്ത് അറിയാൻ പറ്റും. ഇതെന്റെ അല്ലല്ലോ. ഒരു ഫ്ലോയിൽ ചെയ്യൂല, അതുകൂടെ അങ്ങ് കഴുകു. അമ്മേ, എന്താടാ? ഒന്നുമില്ല. പറഞ്ഞിട്ട് പോടാ. അമ്മ എന്റെ കൂടെ +2 പഠിച്ച വിഷ്ണുവിന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആഹാ, കുഞ്ഞിനോട് അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ ടു പറയണം. അവന്റെ 2ാമത്തെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അയ്യോ, ആണോ? 2ാമത്തെ കുഞ്ഞിനോട് അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ ടു പറയണം. അതല്ലെന്ന്. പിന്നെ അച്ഛൻ ഇങ്ങനെ തുണിയെ കലക്കിടാനും അമ്മയ്ക്ക് അടുക്കള സഹായിക്കാനൊക്കെ നമുക്ക് വീട്ടോട്ടൊരു പെണ്ണിനെ വേണ്ടേ? കള്ളൻ മനസ്സിലാക്കി കളഞ്ഞു. അച്ഛന് കാര്യം വരച്ചേ. നമുക്ക് 10 അങ്ങ് ഉറപ്പിക്കാം. സ്ത്രീധനമാകുന്ന തെറ്റല്ലേ അച്ഛ? നീ എന്തു അടക്കി കാണിക്കുന്നത്? നിന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എടാ, അച്ഛന്റെ കല്യാണക്കാര്യം അമ്മയ്ക്ക് ഫീൽ ആകത്തില്ലേ? നീ ഇതൊക്കെ അമ്മ പോയിട്ട് വേണ്ട പറയാൻ. അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ? പറ മോനെ. അച്ഛൻ ഈ പ്രായത്തിൽ 2ാമതൊരു കല്യാണം അല്ല വേണ്ടത്. പിന്നെ ഡൈപ്പർ മാറാൻ ഒരു ഹോം നേഴ്സ് മാറിയിട്ട് വിവരം അമ്മ പോലെ. എന്താടാ? എന്റെ കൂടെ പഠിച്ച എല്ലാരും കല്യാണം കഴിഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണ് കിട്ടാതെ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇങ്ങനെ മൂത്ത് വരച്ച് കിടക്കാൻ. എടാ വാവച്ചി, ഭാഗൊന്നുമില്ല, ഞാൻ പറഞ്ഞോണ്ടല്ലോ. എന്തുവാ? എടാ, കുഞ്ഞാപ്പിയുടെ കല്യാണം കഴിയാതെ നിന്റെ കല്യാണം നടത്തി കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്ത് പറയൂടാ? നിങ്ങൾ ആദ്യം ആ മുതുക്കനെ കുഞ്ഞാപ്പിന്ന് വിളിക്കുന്ന പറച്ചിൽ നിർത്താവൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കണ്ണടയുന്ന മുമ്പ് കുഞ്ഞാപ്പിയുടെ കല്യാണം കഴിയാതെ ആരുടെ കല്യാണം നടത്തുമെന്ന് വിചാരിക്കേണ്ടതാ. നീ അങ്ങനെ മോഹിക്കുകയും വേണ്ട. അച്ഛാ, എന്റെ വാവ മനസ്സൊരുക്കുന്നു പ്രാർത്ഥിക്കേ. എന്തിനാ? നിന്റെ അമ്മയുടെ കണ്ണടയാ. എന്തിന്? എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കല്യാണം കഴിക്കാടാ. എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്?